കോൺഗ്രസിൽ ചേർന്ന താൻ വർഗവഞ്ചകയെന്ന CPM വിമർശനത്തിന് മറുപടിയുമായി ഐഷ പോറ്റി. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് എത്തിയ പി സരിനും ശോഭന ജോർജും ഈ പേര് തന്നെയാണോ നൽകുന്നത് എന്ന് ഐഷ പോറ്റി ചോദിച്ചു. ഐഷ പോറ്റിക്കെതിരെ ഇന്നും വിമർശനവുമായി CPM നേതാക്കൾ രംഗത്തുവന്നു. വർഗവഞ്ചന എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഷയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ശോഭന ജോർജും സരിനും ഈ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് വന്നത് ഈ പേര് തന്നെയാണോ അതിനുള്ളൊരു ചോദ്യമുണ്ട്. തനിക്കെതിരെയുള്ള CPM നേതാക്കളുടെ വിമർശനത്തിന് ഐഷ പോറ്റിയുടെ മറുപടി ഇങ്ങനെ: താൻ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിച്ചില്ല, പലതും നിലച്ചു. പ്രശ്നങ്ങൾ മന്ത്രി KN ബാലഗോപാലിനോട് പറഞ്ഞെന്നും ഐഷ പോറ്റി. അവഗണിച്ച് കളയുക എന്ന് വെച്ചാൽ വേണ്ട. പിന്നെ ആ സ്പേസിൽ, ഞാൻ ഉണ്ടായിരുന്ന സ്പേസിൽ എനിക്ക് മനസ്സിന് സന്തോഷമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം വന്നില്ല എന്നുള്ളതൊരു സത്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതിലെനിക്ക് വലിയ വിഷമമാണ്. ഞാൻ ഇത് എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഞാൻ ബാലഗോപാൽ സാറിനോട് തന്നെ പറഞ്ഞിരുന്നു. ഐഷ പോറ്റിയെ വിമർശിച്ച് ഇന്നും CPM നേതാക്കൾ രംഗത്തെത്തി. ഐഷ പോറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വലിയ രൂപത്തിലുള്ള അധികാരമോഹവും 3 ടേണിൽ അവരെ MLA ആക്കി. എന്നും ഇങ്ങനെ തന്നെ ഒരാൾ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ ശരിയല്ലല്ലോ. അപ്പോൾ അവർ യഥാർത്ഥത്തിലൊരു വഞ്ചനാപരമായ സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. എന്തിൻ്റെ ന്യായത്തിലാണ് കോൺഗ്രസിൽ പോയി ചേരുന്നത്? മത്സരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസിൽ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത്രക്കത്തെയും അവസരവാദിത്വം. ഇതിനിടെ കൊട്ടാരക്കര മണ്ഡലത്തിലെ UDF പരിപാടികളിൽ ഐഷ പോറ്റി സജീവമായി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.